അസ്സലാമലൈക്കും. ഞാൻ ജനിതനായ മൊഗ്രാൽ ന്യൂസിന്റെ 7ാം എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ആവേശോജ്വലമായ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇന്ന് അവസാനിച്ചു. മറ്റന്നാൾ മൊഗ്രാലിലെ 6 വാർഡുകളിൽ നിന്നുള്ള ഏകദേശം 5000-ഓളം വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് അവരുടെ പഞ്ചായത്ത് അംഗങ്ങളെ തിരഞ്ഞെടുക്കുവാനുള്ള വിലയേറിയ സമ്മതിദാനാവകാശം വിനിയോഗിക്കുവാൻ വേണ്ടി 5000-ഓളം വോട്ടർമാർ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക്. ഞങ്ങൾ ഉമ്പള പഞ്ചായത്തിൽ അക്കൗണ്ട് തുറക്കും. മുഹമ്മദ് ജയിക്കും. മൂസന്റെ മുഹമ്മദിന്റെ ചാൻസ് ഞങ്ങൾക്ക് നല്ല 190% മുഹമ്മദ് ജയിക്കുന്നതാണ്. ഇന്നലെ രാത്രി മുതൽ BB കഴിഞ്ഞ പണച്ചാക്ക് പുറത്തിറക്കി ഞങ്ങൾക്ക് പറയുന്നതായിട്ട് അത് ഞങ്ങൾക്ക് ഇന്നലെ ഞങ്ങളെ പ്രവർത്തകന്മാർ രംഗത്തിറങ്ങി. രാത്രി ഇന്ന് രാവിലെയാണ് എൻ്റെ അയച്ചാണ് നമുക്ക് പുറത്തു വന്നത്. മൊഗ്രാൽ ഓൺലൈനിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ച് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വനിതാ സ്ഥാനാർത്ഥികളെ കൂടി ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അവരുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് സസൂക്ഷ്മം വിശകലനം ചെയ്യാവുന്നതാണ്. വിജയപ്രതീക്ഷ ഉണ്ടോ? തീർച്ചയായിട്ടും. പിന്നെ ജയിച്ചു കഴിഞ്ഞാൽ ഈ വാർഡിലെ വികസനത്തിൽ ഏതിനാണ് മുൻഗണന നൽകുന്നത്? അവിടെ പാവപ്പെട്ടവർക്ക് കുറേ കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ നിഷേധിച്ചിട്ടാണുള്ളത്. തീർച്ചയായിട്ടും അതിന് മുൻഗണന കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് കുറേ ഉണ്ട്, അത് പറയാൻ കുറേ സമയം എടുക്കും.
കുറേ ആൾക്കാർ എന്നോട് പരാതി പറഞ്ഞതുകൊണ്ട് ആ പരാതിയൊക്കെ ഞാൻ തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കും. 100% വിജയോറപ്പാണ്. ഇൻഷാ അല്ലാഹ് വിജയിച്ചാൽ പാവങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ആഗ്രഹമുണ്ട്. തീർച്ചയായും വിജയപ്രതീക്ഷയുണ്ട്. കാരണം ഞങ്ങൾ ഈ ഒരു മാസത്തോളമായി ഈ വാർഡുകളിൽ പിന്നെ നടന്ന് വോട്ട് ചോദിക്കുന്നതുകൊണ്ട് എല്ലാ വോട്ടർമാരെയും നേരിട്ട് കണ്ട് അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ അവരോട് കൂടുതൽ അടുക്കാൻ വേണ്ടി ഒരു 3 പ്രാവശ്യമെങ്കിലും അവരെ സമീപിച്ച് വോട്ടെല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെയൊക്കെ പ്രതികരണം അടുപ്പമല്ല കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു വിജയപ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ഞാൻ ജനകീയ വികസന മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥിയാണ്. നമ്മൾ ഈ വാർഡിൽ ജനകീയ വികസന മുന്നണിയുടെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അത് ഈ വാർഡിലുള്ള ഒരേ സമാന മനസ്ഥിതിയോടുകൂടി ചിന്തിക്കുന്ന, അതായത് റിലീഫ് പ്രവർത്തനങ്ങളിലും വികസന പ്രവർത്തനങ്ങളിലും ഒക്കെ ഒരു സമാന ചിന്താഗതിയുള്ള ആളുകളെ ഒരുമിച്ച് കൂട്ടി അവരുടെ ഒരു കമ്മിറ്റി ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പം ഇനി വിജയിച്ച് നമ്മൾ പഞ്ചായത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ കമ്മിറ്റിയുടെ യോഗം എല്ലാ മാസം തോറും വിളിച്ചുകൂട്ടി അവരുടെ വാർഡിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അത് കമ്മിറ്റിയിൽ അത് അവതരിപ്പിക്കുകയും അങ്ങനെയുള്ള ആ പ്രശ്നങ്ങൾ ദൂരീകരിക്കാൻ, അതായത് പിന്നെ വികസനത്തിനുള്ള റോഡിന്റെ പ്രശ്നമാണോ, ശുചിത്വത്തിന്റെ പ്രശ്നമാണോ, അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ് കത്താത്ത വഴികളുടെ പ്രശ്നമാണോ, അതല്ലാതെ വീട് പൊളിഞ്ഞ് കാറ്റത്തൊക്കെ വീട് പൊളിഞ്ഞ് വീണ് പിന്നെ കക്കൂസില്ലാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ, പിന്നെ കടലിൽ വീട് ഒഴുകിപ്പോയ ആൾക്കാർ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുള്ള ആൾക്കാരുടെ ഇടയിൽ ഇപ്പോഴെന്നല്ല നമ്മൾ മുമ്പേ തന്നെ റിലീഫ് പ്രവർത്തനങ്ങൾ നല്ലോണം ഒരു 10 വർഷത്തോളം അതായത് അധികവുമായിട്ടുണ്ട് ഞങ്ങൾ റിലീഫ് പ്രവർത്തനങ്ങൾ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടുള്ളവരാണ്. അപ്പൊ ഈ കമ്മിറ്റിയിലൂടെ പിന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുകയും അവര് ഈ കമ്മിറ്റിയിൽ നാം ഈ പ്രശ്നങ്ങളെല്ലാം അവതരിപ്പിച്ച് പിന്നെ അത് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നുള്ള ആനുകൂല്യങ്ങൾ വഴി ഈ പ്രശ്നങ്ങൾ വാർഡിൽ ദൂരീകരിക്കാൻ നോക്കുകയും കഴിയുന്നത്ര പരമാവധി ശ്രമിക്കുകയും ചെയ്യും. നല്ല പ്രതീക്ഷയാണ് ഇടുള്ളത്. നല്ല വിജയപ്രതീക്ഷയുണ്ട്. UDF പ്രവർത്തകർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഞാൻ പീസിൽ പോയപ്പോൾ കുറേ അംഗവൈകല്യങ്ങളെയും വിധവകളെയും കുറേ സാധുക്കളെയും കാണാൻ കഴിഞ്ഞു. അവർക്കെല്ലാം അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് എൻ്റെ ആത്മാർത്ഥമായ ആഗ്രഹം. പിന്നെ പ്രചരണമൊക്കെ കഴിഞ്ഞു. ഇനി എത്രത്തോളം ഉണ്ട് വിജയസാധ്യത? വിജയസാധ്യത വെച്ചാൽ നമ്മൾ 5 വിക്കറ്റിനല്ലേ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയത്. നല്ലൊരു വിജയമായിരുന്നു ഇന്ത്യയുടെ. തീർച്ചയായിട്ടും. ഏത് വിജയം? നമ്മുടെ ക്രിക്കറ്റ് വിജയം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാനതല്ല ഉദ്ദേശിച്ചത്. പോട്ടെ, ഇത് ഈ വാർഡിൽ ജയിച്ചാൽ, താങ്കളുടെ ഭാര്യ ജയിച്ചാൽ, ഇലക്ഷനിൽ ജയിച്ചാൽ ഏത് വികസന പ്രവർത്തനത്തിനായിരിക്കും മുൻഗണന നൽകുന്നത്? തീർച്ചയായിട്ടും അടുത്ത ലോകകപ്പിൽ നല്ല മാർജിനോട് കൂടി ഇന്ത്യ വിജയിക്കുമെന്നാണ് എൻ്റെ ശുഭാപ്തി വിശ്വാസം. കേട്ടല്ലോ നിങ്ങൾ. മായമാഷ് ഒന്നും പറയില്ല. അദ്ദേഹം ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് ചില വിലക്കുള്ളത് കാരണം പരസ്യമായി ഒന്നും പറയില്ല. ശരി, ഓക്കെ. നിങ്ങളെ വായിൽ ഒന്നും വരില്ലെന്ന് എനിക്കറിയാം. ഓക്കെ, ബൈ. പക്ഷേ ആരിഫ്, ഒരു മിനിറ്റ്, ഒരു ചോദ്യമുണ്ട്. മൊഗ്രാൽ ന്യൂസ് പതിവായി കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അടുത്ത മൊഗ്രാൽ ന്യൂസിന്റെ എഡിഷൻ എപ്പോഴാണ് പുറത്തിറങ്ങുന്നത്? അറിഞ്ഞാൽ കൊള്ളാം. അത് സച്ചിൻ ടെണ്ടുൽക്കർ മിക്കവാറും ഓപ്പണിംഗിലാണ് വരാറ്. ചിലപ്പോൾ ഓൺഡൗണും വരാറുണ്ട്. ഓക്കെ, അസ്സലാമലൈക്കും. ഇപ്പോൾ ഇലക്ഷനെല്ലാം നടക്കുന്നുണ്ട്. ഇവ നിങ്ങളെ പൊരയ്ക്ക് വന്നിട്ട് ഇങ്ങോട്ട് കോൺഗ്രസ്സാറ്, ലീഗാറ്, മാർക്സിസ്റ്റാറ് ഒക്കെ വന്നിട്ട് നിങ്ങളോട് ചെറുത് ഞാൻ കോട്ടിട്ടണോ? അപ്പൊ നിങ്ങൾ എന്തേലും അവരോട്? ഞാൻ ചെറുത് എല്ലാം നമ്മളെ നാട്ടുകാർ ആട്ടിനിറച്ചി എനിക്ക് എന്തോ ഒരു ചാടലില്ല. അപ്പൊ അതിനെന്താ സുരോ സബ്ക കറോ മൻക അപ്പൊ ആര് ചോദിക്കാനില്ല. അതും അപ്പൊ നിങ്ങൾ സ്ഥാനാർത്ഥി ഇലക്ഷനിൽ നിൽക്കാത്തത് ഏതെങ്കിലും ഒരു പാർട്ടി നിങ്ങളിപ്പോ സ്ഥാനാർത്ഥിയായിട്ട് നിങ്ങൾ പ്രഖ്യാപിച്ചു ഇലക്ഷനിൽ നിൽക്കണമെന്നില്ലെങ്കിൽ നിങ്ങൾ നിൽക്കോ? നിൽക്കാൻ മാത്രം പേടിയാനുണ്ട്. കുമ്പളത്തെ പ്രസിഡന്റ് ആക്കിയാൽ നിന്ന് പേടിയാണ്.
പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് അപ്പോൾ നിങ്ങൾക്ക് ജയിക്കുമെന്ന് ഉറപ്പുണ്ടോ? എത്ര വോട്ടെല്ലാം അല്ലെങ്കിൽ കുറെ കിട്ടോ? ജയിച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ജയിച്ചെങ്കിൽ അതിനല്ലാണ്ട് മറ്റേ വോട്ട് ചെയ്യേണ്ട ഓർത്ത് കിട്ടുന്നവർക്ക് വലിയ ഉറപ്പില്ല. വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ മുസ്ലിം ടൂർസ് മുഖേന യാത്ര പുറപ്പെടുന്ന ഹാജിമാർ ഇന്ന് രാവിലെ കോഴിക്കോട് ഹജ്ജ് ക്യാമ്പിലേക്ക് പുറപ്പെട്ടു. കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ പ്രതിനിധി മാഹിൻ മാസ്റ്റർ നൽകുന്നതായിരിക്കും. വിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി ഹാജിമാർ മക്കയിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. കുമ്പള റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങളുള്ളത്. മുസ്ലിം ടൂറിസ്റ്റ് കോർപ്പറേഷനിൽ കൂടി ഹജ്ജിന് പോകുന്ന, അതായത് സി അബ്ദുല്ല മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള ഹജ്ജ് സംഘത്തിൽ യാത്ര പോകുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടും ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലുള്ളത്. അതോടൊപ്പം തന്നെ അവരെ യാത്രയാക്കാൻ വേണ്ടി വന്ന ആൾക്കാരും അവരുടെ കൂടെയുണ്ട്. കരിപ്പൂരിലേക്കാണ് അവരുടെ യാത്ര. ഇന്ന് വൈകുന്നേരമാണ് അവരുടെ വിമാനം പുറപ്പെടുന്നത്. നമ്മുടെ മുഗ്രാലിൽ തന്നെ ഏകദേശം 14ഓളം പേര് ഇപ്രാവശ്യം ഹജ്ജിന് പോകുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൂടുതൽ ആൾക്കാരും അബ്ദുല്ല മുസ്ലിയാരുടെ ഗ്രൂപ്പിൽ തന്നെയാണ് പോകുന്നത്. വളരെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ എപ്പിസോഡായതുകൊണ്ട് കൂടുതൽ വാർത്തകളൊന്നും ഉൾപ്പെടുത്തുവാൻ സാധിച്ചില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത ലക്കത്തിൽ നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം. മറ്റൊരു എപ്പിസോഡിനായി കാത്തിരിക്കുക. നിങ്ങളിൽ നിന്നും വീണ്ടും വീണ്ടും കമൻസുകൾ പ്രതീക്ഷിക്കുന്നു. അതാണ് നിങ്ങൾക്കുള്ള പ്രചോദനം. സലാം.